ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളാണോ എന്നെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കാണുക. കാരണം കുറച്ച് ഹിഡൻ ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല, കാരണം അറിയാവുന്നവരുണ്ടായിരിക്കും. അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക, കാരണം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ആവുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വാട്സപ്പിൽ എങ്ങനെ ഡാർക്ക് മോഡ് ഇടാം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്തെങ്കിലും അറിയാത്ത കുറച്ചാളെങ്കിലും കാണും. അവർക്ക് വേണ്ടിയാണ് ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യുന്നത്. നമ്മളാദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വൈറ്റ് കളർ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് അടിക്കും. നൈറ്റൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണിന് ഓവർ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡോട്ട്സ് കണ്ടില്ലേ, 3 ഡോട്ട്സിൽ വെക്കുക, സെറ്റിങ്സിൽ പോവുക, അതുപോലെ തന്നെ ചാറ്റ് എടുക്കുക, ദെൻ തീം, ഇവിടെ ഡാർക്ക് ഓക്കെ കൊടുക്കുക. നമുക്കിപ്പോൾ ഡാർക്ക് മോഡായി. ഒരു കാര്യം, നമ്മുടെ വാട്സപ്പ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിരിക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഓക്കെ, വാട്സപ്പിൽ എങ്ങനെ നമുക്ക് തീം മാറ്റാം, നമ്മുടെ ചാറ്റിൻ്റെ തീം എങ്ങനെ മാറ്റാമെന്ന് കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോവുക, അതുപോലെ തന്നെ ചാറ്റ് എടുക്കുക. ചാറ്റിൽ വാൾപേപ്പർ, നമുക്കിപ്പോൾ ഗാലറിയിലുള്ള ഫോട്ടോ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ സോളിഡ് കളർ, നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്കിപ്പം ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് ഈ ബ്ലൂ എന്ന് വെച്ചോ, സെറ്റ് കൊടുത്തു. ഇപ്പോൾ ചാറ്റ് എടുത്ത് നോക്കാൻ നേരത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആ കളർ വരും. ഓക്കെ, നമുക്കതുപോലെ തന്നെ വേറെ കളർ കൊടുത്ത് നോക്കാം. കണ്ടില്ലേ, സിമ്പിളാണ് സംഭവം. പിന്നെ എല്ലാവരും ചെറിയ ഡൗട്ടാണ്, നമുക്ക് എങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ നേരത്ത് ആ ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് മാത്രം കളഞ്ഞുകൊണ്ട് അതിൻ്റെ ഓഡിയോ മാത്രം എങ്ങനെ എടുത്ത് സ്റ്റാറ്റസ് ഇടാം. ഓക്കെ, ഞാൻ അതിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ വാട്സപ്പ് എടുക്കുക, സ്റ്റാറ്റസ്, ദെൻ നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു. ഇതിപ്പം നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആക്കാം. നമ്മൾ ഈ ഒരു പെൻസിലിൻ്റെ പടം കണ്ടില്ലേ, അതൊക്കെ ഇത് നേരെ വരെ മേളിലോട്ട് കൊണ്ടുപോകാം, ബ്ലാക്ക് ആക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോഴത്തേക്ക് നമുക്കത് ഡാർക്കായി. അപ്പോൾ നമുക്ക് ആ വീഡിയോ പ്ലേ ആവില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ സ്റ്റിക്കർ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഇങ്ങനെ കൊടുക്കാം. കണ്ടില്ലേ, നമുക്ക് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഒന്നല്ല എത്ര വേണമെങ്കിലും സ്റ്റിക്കർ നമുക്ക് ആഡ് ചെയ്യാം. കണ്ടില്ലേ, എന്നിട്ട് നമുക്ക് സ്റ്റാറ്റസ് ഇടാം, നോ പ്രോബ്ലം. നമ്മുടെ വാട്സപ്പിനകത്ത് തന്നെ നമുക്കൊരു ലോക്ക് വരുന്നുണ്ട്. അത് എങ്ങനെ ആക്ടിവേറ്റ് ആക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്തെങ്കിലും അറിയാത്തവർക്ക് കൊണ്ടാണ്. ഈ 3 ഡോട്ടിൽ നിൽക്കുക, സെറ്റിങ്സിൽ പോവുക, അതുപോലെ തന്നെ അക്കൗണ്ടിൽ പ്രൈവസിക്കകത്തിൽ താഴെ ഏറ്റവും താഴെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഉണ്ട് ഓപ്ഷനുണ്ട്, അത് എനേബിൾ ചെയ്യുക. പക്ഷേ നമ്മുടെ ഫിംഗർ ഒന്ന് വെച്ച് കൊടുക്കുക. ഓക്കെ ആയി. നമുക്ക് വേണമെങ്കിൽ ഇമീഡിയറ്റ് വേണമെങ്കിൽ വയ്ക്കാം, ആഫ്റ്റർ 1 മിനിറ്റ്, അതുപോലെ തന്നെ ആഫ്റ്റർ 30 മിനിറ്റ്സ് ഉണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ഇമീഡിയറ്റ്ലി തന്നെ വയ്ക്കാം. അപ്പോൾ നമുക്കിപ്പം വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു ലോക്കിൻ്റെ ഓപ്ഷൻ കാണിക്കും. ജസ്റ്റ് ഒന്ന് ഫിംഗർ ഒന്ന് വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഓൺ ആകത്തുള്ളൂ. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നെങ്കിൽ മാത്രം നമ്മൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.